guys, എല്ലാവർക്കും ടെക് ഫോർ അവർ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓഡിയോ വെച്ചിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ പ്രോജക്റ്റ് ആണ്. നമ്മൾ ആദ്യത്തെ പ്രോജക്റ്റിനകത്ത് എന്തായിരുന്നു ചെയ്തത്? ഒരു എൽഇഡിയെ കൺട്രോൾ ചെയ്യാം, അല്ല ഒരു എൽഇഡിയുടെ ബ്ലിങ്കിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായിരുന്നു നമ്മൾ ആദ്യത്തെ പ്രോജക്റ്റിൽ ചെയ്തത്. നമ്മൾ രണ്ടാമത്തെ പ്രോജക്റ്റിൽ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്വിച്ച് വെച്ച് അല്ലെങ്കിൽ ഒരു ബട്ടൺ വെച്ചിട്ട് ഒരു എൽഇഡിയെ കൺട്രോൾ ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ഫംഗ്ഷന്റെ ഉപയോഗമാണ് പഠിക്കുന്നത്. നമ്മൾ ആദ്യത്തെ പ്രോജക്റ്റിൽ ഏതാണ്? ഡിജിറ്റൽ റൈറ്റ് പഠിച്ചു. രണ്ടാമത്തേതിനകത്ത് ഡിജിറ്റൽ റീഡ് പഠിച്ചു. ഇനി മൂന്നാമത്തേതിനകത്ത് നമ്മൾ അനലോഗ് റൈറ്റ് എന്നാണ് പഠിക്കുന്നത്, അതാണ് പഠിക്കുന്നത്. അപ്പം ഡിജിറ്റൽ റൈറ്റും അനലോഗ് റൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിജിറ്റൽ റൈറ്റ് വെച്ചാൽ 0 അല്ലെങ്കിൽ 1 എന്ന് വെച്ചാൽ എൽഇഡിയുടെ വെട്ടം, അതായത് എൽഇഡിയുടെ ബ്രൈറ്റ്നസ് 0 ആണെങ്കിൽ എൽഇഡി ഓഫ് ആയിരിക്കും, അതാണല്ലോ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 ആണെങ്കിൽ നല്ല ബ്രൈറ്റ്നസ്സിലായിരിക്കും. ആ ഒരു രീതിയിലാണ് ഡിജിറ്റൽ റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇത് അതായത് 0ഉം 1ഉം വാല്യൂ മാത്രമേ നമ്മൾ എങ്ങനെയായിരുന്നു പ്രോഗ്രാം കൊടുത്തതെന്ന് ഓർമ്മയുണ്ടോ? ഒന്നീ ഹൈ ആയിരിക്കും അല്ലെങ്കിൽ ലോ ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം കൊടുത്തിരുന്നത്. പക്ഷെ നമ്മൾ ഇനി അതിനിടയിലുള്ളത്, അതായത് 0യ്ക്കും 1നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് 0.5, അതായത് എൽഇഡിയുടെ ബ്രൈറ്റ്നസ് ഏറ്റവും കുറവായിരിക്കുന്ന രീതിയിൽ 0.1 അങ്ങനെ രീതിയിൽ വരും. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് വന്നാൽ എന്തായിരിക്കും കിട്ടുന്നത്? അത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഡിജിറ്റൽ റൈറ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ, ഡിജിറ്റൽ അല്ല അനലോഗ് റൈറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ പ്രോജക്റ്റിന് നമുക്ക് വേണ്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ മാത്രം. നമ്മൾ ആദ്യം ചെയ്ത ആ എൽഇഡി ബ്ലിങ്കിന്റെ പ്രോഗ്രാമിംഗ് ചെയ്ത പോലെ തന്നെ ഏതാണ്, നമുക്ക് ബ്രെഡ് ബോർഡ് വേണം, അതേപോലെ ഒരു എൽഇഡി, ഏതെങ്കിലും ഒരു എൽഇഡി വേണം, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓർഡിനോ ബോർഡ്. ഇത്രയും കാര്യം മാത്രം മതി. പക്ഷെ പ്രോഗ്രാം വ്യത്യാസമുണ്ട്. ഈ 3 കാര്യം വെച്ച് നമ്മുടെ എൽഇഡിയുടെ ബ്രൈറ്റ്നസ് നമുക്ക് ഏറ്റവും ഹൈ ആയിരിക്കുന്നത് ഏറ്റവും ലോ ആയിരിക്കുന്നതാണ് നമ്മൾ ആദ്യത്തെ പ്രോജക്റ്റിൽ ചെയ്തത്. ഇത് നമുക്ക് ഇതിന്റെ ഇടയിലുള്ള ഏറ്റവും ഹൈക്കും ഏറ്റവും ലോയ്ക്കും ഇടയിലുള്ള ഓരോരോ സ്റ്റേറ്റ് നമുക്ക് നോക്കാം. ഈ അനലോഗ് എന്ന് പറയുന്നത് 0 to 255 വരെയുള്ള ഡേറ്റയാണ് വരുന്നത്. നമുക്കിപ്പം ആദ്യം അനലോഗിനെ ഡിജിറ്റലിലോട്ട് എങ്ങനെ കൺവെർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിജിറ്റലിനെ എങ്ങനെ അനലോഗിലോട്ട് കൺവെർട്ട് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കാം. അപ്പം ക്യാമറ എടുത്തിട്ടുണ്ടോ? അപ്പം നമ്മൾ നോക്കുന്നത് വെച്ചാൽ അനലോഗിനെ എങ്ങനെ ഡിജിറ്റലിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അതിന് വേണ്ടിയുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് നേരത്തെ പ്പോൾ നമ്മൾ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ എക്സ് ആക്സിസിൽ, ഇതാണല്ലോ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും നമുക്കുണ്ട്. അതിനകത്ത് നമുക്ക് ഡിജിറ്റൽ ഡേറ്റ എടുക്കാം, ഇതിനകത്ത് നമുക്ക് അനലോഗ് സിഗ്നലും എടുക്കാം, അനലോഗ് ഡേറ്റയും എടുക്കാം. ഓക്കെ, നമുക്ക് അത് 0 to 5, നമ്മുടെ 5 വാൾട്ടാണ് മാക്സിമം. അതപ്പോൾ 0 to 5. അപ്പോൾ 1 2 3 4 5 വരെ എടുത്തു. ഇനി നമുക്ക് ഇവിടെ എടുക്കേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ 255 വരെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ പറഞ്ഞായിരുന്നു 0 to 255 വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. അപ്പോഴത്തേക്ക് 50 വെച്ചങ്ങ് എടുക്കാം. 50 100 150 1500 150 200 250. നമ്മൾ 255 ആണ്. അപ്പം കുറച്ചും കൂടെ മണ്ടയിലേക്ക് ഇവിടേക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. നമുക്കിനി ഈ 2 പോയിന്റിനെയും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. 5നെയും 255നെയും കൂടെ തമ്മിൽ ജോയിൻ ചെയ്യാം. വരയൊന്നും നേരെയല്ല, ഞാൻ ഒരു വര വരച്ചെനിക്ക് നേരെ വരത്തില്ല, ആ ഒരു ഇതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഈ പോയിന്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ 5,255, അതായത് നമ്മൾ എക്സ് ആക്സിസിൻ്റെ കോർഡിനേറ്റ് ആദ്യം എടുക്കും, അതേപോലെ വൈ ആക്സിസിൻ്റെ എടുക്കും. ഇനി നമുക്കിതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് നോക്കാം. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്നാലും ആ ഇക്വേഷൻ എന്ന് പറയാം. y2 - y1 x2 - x1. ഇതാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ 10ാം ക്ലാസ്സിലോ +1ലോ +2ലോ അങ്ങോട്ട് പഠിച്ചൊരു ഇക്വേഷനാണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ y2, ഇതാണ് നമ്മളെ y2 255, അതായത് വൈ ആക്സിസിലെ സെക്കൻഡ് കോർഡിനേറ്റ്, നമ്മളെ ആ പോയിന്റിലെ കോർഡിനേറ്റ് സൂചക സംഖ്യ. അപ്പം 255 മൈനസ് വൈയുടെ ഫസ്റ്റ് ഇവിടെ ഈ പോയിന്റ് 0 0 അല്ലേ, അപ്പോഴത്തേക്ക് 0 x2 - x1. x2 എത്രയാണ്? 5 - x1. x1 0 ആണ്. അപ്പം നമുക്ക് 255 / 5 എന്ന് കിട്ടും. അപ്പം നമുക്കിത് 5 5 5 1 51. അപ്പം നമുക്ക് 51 കിട്ടും. 51 കിട്ടും ഇതിനെ കിട്ടുമ്പോഴത്തേക്ക്. അപ്പം നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് എത്ര കിട്ടി? സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ 51, അതായത് ചരിവെന്ന് പറയുന്നത് 51. ഈ ഒരു പോയിന്റിൻ്റെ സ്ലോപ്പ് നമുക്ക് 51 കിട്ടി. ഇനി നമുക്ക് ഈ പോയിന്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഈ പോയിന്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തുവാണ്? y - y1 = m × x - x1. ഈ ഒരു ഇത് വെച്ചാണ് നമ്മൾ ഇതിൻ്റെ ഈ പോയിന്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ +1ലോ +2ലോ എങ്ങാണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതായിരുന്നു സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് y എന്താണ്? y നമുക്ക് അറിയത്തില്ല. അപ്പം y - y1 നമുക്ക് 0 ആയിട്ട് എടുക്കാം. അതേപോലെ m × അതായത് 51 × m എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. 51 × x - x1 0 ആയിട്ട് എടുക്കും. നമ്മൾ ഈ ഒരു പോയിന്റ് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്, നമ്മളെ കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി.
അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? y ഈസ് ഈക്വൽ ടു 51x എന്ന് കിട്ടും. x മൈനസ് 0 x ആണ്, y മൈനസ് 0 y ആണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു 51x എന്ന് വെക്കും. നമ്മളെ y എന്തരാണ്? അനലോഗ് ഡേറ്റയാണ്. y ആക്സിസിൽ നമ്മൾ അനലോഗ് ഡേറ്റ അല്ലേ. അപ്പോൾ അനലോഗ് ഈസ് ഈക്വൽ ടു 51 ഇൻറ്റു ഡിജിറ്റൽ. ഈ ഒരു ഇത് വെച്ചാണ്, ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഓർഡിനോയിൽ നമ്മൾ ഡിജിറ്റൽ ഡേറ്റയെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തത്. അതായത് 51 ഇൻറ്റു ഡിജിറ്റലിനെ ചെയ്യുമ്പോഴത്തേക്ക് അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് അങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് ഇനി ഇത് വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം, അതായത് നമ്മുടെ കണക്ഷൻസ് എങ്ങനെ കൊടുക്കും നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആദ്യം നമ്മുടെ ഓർഡിനോ ബോർഡ് എടുക്കും. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡിനോ ബോർഡ് ആദ്യം വേണം. ഓർഡിനോ ബോർഡ്, പിന്നെ ഒരു ബ്രെഡ് ബോർഡ് നമുക്ക് വേണം. അതേപോലെ രണ്ടോ മൂന്നോ, ഞാൻ 2 എടുക്കുന്നു, അല്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ 2 ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. ഒരു ജമ്പർ വയർ വേണം, പിന്നെ ഒരു LED വേണം. ഞാൻ ഒരു ഗ്രീൻ LED ആണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ കണക്ഷൻസ് എല്ലാം അന്ന് ഞാൻ പറഞ്ഞ അതിനകത്ത് കൊടുത്തതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ബ്രെഡ് ബോർഡ് ഞാൻ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ഈ 11, 10, 9 എന്ന് പറയുന്ന പിന്ന് ബ്രെഡ് ബോർഡ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. 11, 10, 9 പിന്നിൽ ഒരു AC സർക്യൂട്ടിൻ്റെ ഒരു ഡയഗ്രാം കണ്ടോ? ഒരു പുഴു കിടക്കുന്ന പോലത്തെ ഒരു ഡയഗ്രാം, ഒരു വര വരച്ചിരിക്കുന്നുണ്ടോ? ഒരു ചരിഞ്ഞ ഒരു വളഞ്ഞ ഒരു വര. ആ വരയുള്ളതിനകത്ത് പിന്നിലേക്കാണ് നമ്മൾ അനലോഗ് ഡേറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടുള്ള ഈ 3 പിന്നുകളാണ്. അതായത് 11, 10, 9 ഈ 3 പിന്നുകളാണ് അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പിന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടുള്ളത്. നമ്മൾ LED എടുത്തു. LED നമ്മൾ ആ ബ്രെഡ് ബോർഡിൽ ആദ്യം കണക്ട് ചെയ്യുന്നു. LED ബ്രെഡ് ബോർഡ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഞാൻ ഇതിൽ നിന്ന് പോസിറ്റീവ് എടുത്ത്, LEDയുടെ പോസിറ്റീവ് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ പറഞ്ഞു തന്നെയാണ്. പോസിറ്റീവ് എടുത്ത് നമ്മുടെ 10ലേക്കും കൊടുക്കുന്നു. 10 എന്ന് പറയുന്ന ഇതിനകത്തേക്ക് കൊടുക്കുന്നു. LED ഓർഡിനോയുടെ പോർട്ടായ 10ാമത്തെ പോർട്ടിലേക്ക് എടുക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് എടുത്തിട്ട് ഞാൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൗണ്ടിലേക്ക്, പോസിറ്റീവ് എപ്പോഴും 10ലും നെഗറ്റീവ് എപ്പോഴും ഗ്രൗണ്ടിലേക്കും കൊടുക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം LED ബ്ലിങ്ക് ചെയ്ത് അതിനകത്ത് ആ സെയിം കണക്ഷൻ തന്നെയാണ്, സർക്യൂട്ട് അത് തന്നെയാണ്. പക്ഷേ പ്രോഗ്രാം മാത്രമേ നമുക്ക് വ്യത്യാസമുള്ളൂ. സർക്യൂട്ട് അത് തന്നെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് 13 പിന്നാണ് ഉപയോഗിച്ചത്. ഇത് നമ്മൾ 10 പിന്നാണ്. 10, 11, 10ലാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 10 എന്ന് പറയുന്ന പിന്നിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയുള്ള ഇതിൻ്റെ സിമ്പിൾ സർക്യൂട്ടാണ്. പിന്നെ നമുക്ക് കോഡ് ലോഡ് ചെയ്യാനും പവർ കൊടുക്കാൻ വേണ്ടിയുള്ള നമ്മളെ ഈ കേബിളും ഉണ്ട്. ഇത്രയും മാത്രം മതി നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ. 2 ജമ്പർ വയർ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ കോഡ് എഴുതാം. കോഡ് എഴുതുമ്പോഴത്തേക്ക് കോഡ് എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കോഡിംഗ് സെക്ഷനിലേക്കാണ് പോകേണ്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മളെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്ന ഓർഡിനോ ID ഓപ്പൺ ചെയ്തു. നമുക്കിനി ആദ്യം വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ LED കൊടുത്ത പിൻ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇൻഡി LED പിന്ന് നമ്മൾ 10 എന്ന് പറയുന്ന പിന്നിലേക്കാണ് കൊടുത്തത്. അപ്പോൾ ഇൻഡി LED പിൻ ഈക്വൽ ടു 10 നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ഇനി വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ അനലോഗിനെയും ഡിജിറ്റലിനെയും 2 വേരിയബിൾ വേണ്ടേ. അനലോഗിന് നമുക്ക് ഡിജിറ്റലായിട്ട് ഡിജിറ്റൽ നമുക്ക് അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ ആദ്യം ഫ്ലോട്ട് ടൈപ്പിലുള്ളത് അനലോഗ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അനലോഗ് ഇനി ഒന്നും കൂടെ വേണം, ഡിജിറ്റലിനും കൂടെ വേണം. കാരണം അനലോഗ് നമുക്ക് ഡിജിറ്റലായിട്ടല്ലേ കൺവേർട്ട് ചെയ്യാനുള്ളത്. ഫ്ലോട്ട് ഡിജിറ്റൽ ഞാൻ ഡിഗ് എന്നേ കൊടുക്കുന്നുള്ളൂ. ഡിഗ് ഇസിക്കൽ ടു ഒരു 5 കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്ന പറഞ്ഞാൽ മാക്സിമം, അതായത് ഫുൾ ബ്രൈറ്റ്നെസ്സിൽ ആദ്യം കിട്ടാൻ വേണ്ടിയാണ് ഡിഗ് ഇസിക്കൽ ടു 5 എന്ന് കൊടുക്കുന്നത്, മാക്സിമം കിട്ടാൻ. ഇനി നമുക്ക് സെറ്റപ്പ് കോഡ് എഴുതണം. സെറ്റപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം എന്താണ്? പിൻ മോഡാണ്. ഈ പിൻ മോഡ് നമുക്ക്, അതായത് LED അതിനൊക്കെ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. പിൻ മോഡ്, പൈ മോഡ് എന്നായി എഴുതിയത്. പിൻ മോഡ് കൊടുക്കണം. പിൻ മോഡിനകത്ത് LED പിൻ, നമ്മൾ ആദ്യത്തെ LED പിൻ അതിൻ്റെ ആണല്ലോ നമുക്ക് ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്. LED പിൻ ഔട്ട്പുട്ട്. പിൻ മോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഔട്ട്പുട്ട് ഫുള്ള് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുക്കേണ്ടുള്ളത്. ഔട്ട്പുട്ട് കൊടുത്തു. ഇത്രയും കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ ആ സെറ്റപ്പ് ഫംഗ്ഷനും കഴിഞ്ഞു. സെറ്റപ്പിനകത്തുള്ള കാര്യം കഴിഞ്ഞ് നമുക്ക് ലൂപ്പായിട്ട് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോഴത്തേക്ക് ലൂപ്പിങ്ങിനകത്ത് നമുക്ക് കൊടുക്കേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം കൺവേർട്ട് ചെയ്യണം. അനലോഗിനെ ഡിജിറ്റലായിട്ട് ഡിജിറ്റലിനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അനലോഗ് ഇസ് ഈക്വൽ ടു ഡിജിറ്റൽ ഇൻറ്റു 51. അതല്ലായിരുന്നു നമ്മളെ ഇക്വേഷൻ. 51x എന്നല്ലേ, 51x അങ്ങനെയായിരുന്നു നമ്മളെ ഇക്വേഷൻ. അപ്പോൾ 51 എന്ന് കൊടുത്തു. അപ്പോൾ കൺവേർട്ട് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് ഔട്ട്പുട്ടിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ അനലോഗ് റൈറ്റ് എന്നാണ് നമ്മളെ ഫംഗ്ഷൻ. അതാണ് നമ്മൾ ഇന്ന് പഠിച്ച ഫംഗ്ഷൻ. അനലോഗ് റൈറ്റിനകത്ത് നമുക്ക് എന്താണ്? LED പിന്നിനെ പാസ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഈ അനലോഗ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേരിയബിളിനെയും, അതായത് അനലോഗിലേക്കുള്ള ആ വേരിയബിളിനെയും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ആ വേരിയബിളിനെയും പാസ് ചെയ്ത് കൊടുക്കണം. അനലോഗ് എന്ന് കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മളെ കോഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ഡിജിറ്റലിനുള്ള 5 എന്ന് കൊടുത്തു. ഇത് മാറ്റി ഒരു 2 or 3 കൊടുക്കുമ്പോഴത്തേക്ക് ആ ഡിജിറ്റലിനെ ഇൻറ്റു 51 കൊണ്ട് ഗുണിക്കുക. അപ്പം 51 × 2, അതായത്
51 ആകുമ്പോഴത്തേക്ക് 102 102 വരും. ആ 102 അനലോഗ് എന്ന വേരിയബിളിലേക്ക് വരും. അപ്പൊ 102 എത്ര ബ്രൈറ്റ്നസ് ഉണ്ടോ ആ രീതിയിൽ വരും. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് കാണാം. ഞാൻ ഇപ്പൊ ഔട്ട്പുട്ട് കാണിക്കുന്നത് വെച്ചാൽ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തില്ല, ഫോണിൽ ഞാൻ ഈ സെയിം കോഡ് എഴുതിയിട്ട് ഞാൻ അതിനകത്ത് ഫോൺ ഉപയോഗിച്ചാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എഡിറ്റ് ചെയ്ത് അതായത് കോഡിനകത്ത് എന്തെങ്കിലും എഡിറ്റിംഗ് കൊടുക്കണമെങ്കിൽ നമുക്ക് അത് സിസ്റ്റം വഴി പാടായിരിക്കും. സിസ്റ്റം പിന്നെ സ്ക്രീൻ കാണിക്കാനൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഫോൺ വഴി ഇതാക്കിയാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എറർ വല്ലതും ഉണ്ടോ എന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സേവ് ചെയ്യണം. കമ്പയർ ആവുന്നുണ്ട്. ആ ഫോണിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കാരണം നമ്മളെ ഈ അനലോഗ് ഡിജിറ്റൽ നമ്മളെ ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമല്ലോ. LED പിൻ വാസ് നോട്ട് ഡിക്ലെയർ ഇൻ ദ സ്കോപ്പ്. LED പിൻ ഇവിടെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. LED പിൻ ഓക്കെ, ഒന്നും കൂടെ കമ്പയർ ചെയ്യുന്നു. ഫോണിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മളെ സ്ക്രീൻ പ്രസന്റ് ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്യാൻ പാടായതുകൊണ്ടാണ് ഫോൺ. അപ്പോൾ ഫോണിന്റെ സ്ക്രീൻ കാണിക്കാമല്ലോ, വീഡിയോ എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഫോണിന്റെ സ്ക്രീനും കൂടെ കാണിക്കാമല്ലോ. അങ്ങനെ ഒരു രീതിയിലാണ് ഫോണിലേക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ എററൊന്നുമില്ല. നമുക്കിനി കോഡ് ഞാൻ ഈ സെയിം കോഡ് ഫോണിൽ എഴുതിയിട്ട് ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി പോവാം. ഇപ്പോൾ നമ്മൾ അതിനകത്ത് എഴുതിയ സിസ്റ്റത്തിൽ എഴുതിയ പ്രോഗ്രാം ഞാൻ ഫോണിലും കൂടെ കയറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് നമ്മൾ ഡിജിറ്റലിൻ്റെ നമ്മൾ 5 എഴുതി കൊടുത്തല്ലായിരുന്നു നമ്മൾ പ്രോഗ്രാം എഴുതിയത്. അത് മാറ്റിയിട്ട് നമുക്ക് ഓരോന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ചേഞ്ച് അറിയണ്ടേ. അതിനുവേണ്ടി ഞാൻ ഫോണിലും കൂടെ ഇതാക്കിയിട്ടുണ്ട്. അത് കാരണമെന്ന് വെച്ചാൽ നമുക്ക് സിസ്റ്റത്തിൽ കൂടെ ചേഞ്ച് ചെയ്തിട്ട് അത് കാണുമ്പോഴത്തേക്ക് കാണാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫോണിൽ കയറ്റിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഫോണിൽ Arduino കണക്ട് ചെയ്യുകയാണ്. ഞാൻ OTG കേബിളും കൂടെ വെച്ച് ഞാൻ ഫോണിലേക്ക് Arduino കണക്ട് ചെയ്യുകയാണ്. ഇപ്പം കണക്ട് ചെയ്യുന്നു. ഇപ്പോഴത്തേക്ക് നമ്മൾ കൊടുത്ത 5 അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ അപ്ലോഡ് ചെയ്ത കോഡ് അതിനകത്ത് കിടപ്പുണ്ട്. ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ 5 ആയിട്ടല്ലായിരുന്നു കൊടുത്തത്. ഇപ്പോൾ 5 ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാ ഫുൾ ബ്രൈറ്റ്നസ്സിൽ LED കത്തുന്നുണ്ട്. നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ നമ്മൾ 5 ആയിട്ടല്ലായിരുന്നു കൊടുത്തത്. നമുക്കപ്പോൾ ഇതൊരു മാറ്റി ഒരു 3 കൊടുത്തു വെക്കാം. അപ്പം ബ്രൈറ്റ്നസ് എത്രത്തോളം കുറയുന്നത് നമുക്കൊന്ന് കൊടുത്തു വെക്കാം. 3 കൊടുത്തിട്ട് ഞാൻ ആദ്യം കമ്പൈൽ ചെയ്യുകയാണ്. കമ്പൈലേഷൻ ഫിനിഷ് അപ്ലോഡ് ചെയ്യുകയാണ്. LED ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ആ 5 നിന്ന് 3 പറയുമ്പം വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. ഞാൻ അത് മാറ്റിയിട്ട് ഒരു 0.1 കൊടുക്കുകയാണ്. നമുക്ക് ഡിജിറ്റലിൻ്റെ 0.1 കൊടുക്കുകയാണ്. അതുകൊണ്ട് ഒന്നും കൂടെ കമ്പൈൽ ചെയ്യുന്നു. ഓരോ പ്രാവശ്യം നമ്മൾ ചേഞ്ച് വരുത്തുമ്പോഴത്തേക്കും കമ്പൈൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണേൽ കോഡ് ഇതിനകത്തേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, 0.1 കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ്സിൽ വ്യത്യാസം വന്നില്ലേ. ഇങ്ങനെയാണ് നമ്മളൊരു അനലോഗ് ഡേറ്റേനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇത് ഈ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം പൾസ് വിഡ്ത്ത് മോഡുലേഷൻ വെച്ചിട്ടുള്ള ആ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചതിന് വേണ്ടിയാണ്. ഇപ്പോഴത്തേക്ക് ഞാൻ ഒരു 0.1 മാറ്റിയിട്ട് വീണ്ടും 5 കൊടുത്ത് നോക്കാം. 0.1 കൊടുത്തപ്പോൾ നമ്മൾ LED ബ്രൈറ്റ്നസ് ഇത്രയും ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുള്ളൂ. നമുക്ക് വീണ്ടും നമ്മൾ ആദ്യം കൊടുത്തിരുന്ന പോലെ 5 കൊടുത്ത് നോക്കാം. നമ്മൾ 5 കൊടുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യാം. കമ്പൈൽ ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. കണ്ടോ, അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് കണ്ടോ ഫുൾ ബ്രൈറ്റ്നസ്സിലായി. ഇതാണ് നമ്മൾ ബ്രൈറ്റ്നസ്, LED ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതൊരു ലൂപ്പായിട്ട് അല്ലെങ്കിൽ LED മിന്നി, അതായത് ഓഫായിരിക്കുന്ന സമയത്ത് LED ബ്രൈറ്റ്നസ് കൂടി 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 ഫുള്ളായി വരുന്ന കണ്ടീഷൻ രീതിയിൽ ഒരു പ്രോഗ്രാം നമുക്ക് ഇങ്ങനെ ഇത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ നമ്മൾ RGB LED ഇല്ലേ, റെഡ് ഗ്രീൻ ബ്ലൂ RGB LED അതിൻ്റെ കളർ, അതായത് അതിൻ്റെ ഓരോ സമയത്ത് ഓരോരോ ലൈറ്റ്, അതായത് ഓരോരോ കളറിലുള്ള ലൈറ്റ് മിന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ അനലോഗ് റൈറ്റ് വെച്ചിട്ടുള്ള ഇതാണ് RGB. അപ്പോഴത്തേക്കും നമുക്ക് ഒരു RGB LED എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയും മതി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇതുകൊണ്ട് നിർത്താം. ഓക്കെ, ബൈ.